എഞ്ചിനീയറിംഗ് ആണ് താല്പര്യമെങ്കിൽ ട്രിപ്പിൾ ഇ അഥവാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എടുക്കണോ അതോ ഇ അഥവാ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എടുക്കണമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ ഒരു ബ്രാഞ്ചസിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ 1 ട്രിപ്പിൾ ഇ, 2 ECE, 3 CSE കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഈ 3 ബ്രാഞ്ചുകളും ഒരൊറ്റ സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇലക്ട്രിക്കൽ കോമ്പണൻസിൽ തുടങ്ങി പിന്നീടാണ് ഒരു കുറച്ചുകൂടി മിനിയേച്ചർ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് കോമ്പണൻസിലോട്ട് പോകുന്നത്. ആ ഇലക്ട്രോണിക്സിലൂടെ പിന്നീട് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലോട്ടൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് വിളിക്കുക. ആക്ച്വലി ആ സർക്യൂട്ട് ബ്രാഞ്ചിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്. ഓക്കെ, ഈ ഏത് ബ്രാഞ്ചിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ സ്വിച്ച് ചെയ്യാൻ ആക്ച്വലി വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഫണ്ടമെൻറ്റൽസ് എന്നുള്ളത് സർക്യൂട്ട് തിയറിയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറേ ഫണ്ടമെൻറ്റൽസ് ഒക്കെ സെയിം ആണ്. കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോകുമ്പോഴാണ് കുറച്ചുകൂടി ഡിഫറൻസ് വരുന്നത്. ആക്ച്വലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ബ്രാഞ്ചാണ്. അതായിരിക്കും ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു VLSI ഡൊമെയിനിലോട്ട് പോകണം, ഒരു IC ഡിസൈൻ, പ്രൊസസർ ഡിസൈനിലോട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ എന്നുള്ളത്. എന്നാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ളത് വളരെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. പവർ ഇലക്ട്രോണിക്സ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് തുടങ്ങി ഒരുപാട് ഏരിയാസ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു KCBയിൽ എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും ബെറ്റർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പ്രോബ്ലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരിക്കും ബെറ്റർ. ഞാൻ വലിയൊരു കമ്പാരിസണിലോട്ട് പോവുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് MTechൽ പുതിയ കാര്യങ്ങൾക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പലതിലും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ VLSI പോലൊരു ഫീൽഡിലോട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കേണ്ടി വന്നേക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുത്താൽ നിങ്ങൾക്ക് പവർ സിസ്റ്റംസ്, അതേപോലെ കൺട്രോൾ സിസ്റ്റംസ് തുടങ്ങിയ ഏരിയയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക. രണ്ടായിരുന്നാലും ഹെവിലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ട്രിപ്പിളിയും ECയും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക.